ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടി എന്നോണം തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ഇറാനും. ഇറാൻ അടിച്ച രാജ്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. എവിടെയൊക്കെയായിരുന്നു? ബഹ്റൈൻ, UAE, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എല്ലാം തന്നെ അടിച്ച് നിരപ്പാക്കാനുള്ള ധൃതിയിലാണ്, അല്ലെങ്കിൽ പുറപ്പാടിലാണ് ഇറാനുള്ളത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു രാജ്യത്തെ മാത്രം ഇറാൻ തൊട്ടതേയില്ല. ഏതാണ് ആ രാജ്യം? നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് പോയോ? ആ രാജ്യം ഒമാനാണ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം ഇറാൻ ആക്രമിക്കുമ്പോഴും ഒമാനിനോട് മാത്രം ഒരു പ്രത്യേക മമത? അതിന് പിന്നിൽ ഒരു 5 പതിറ്റാണ്ട് കാലത്തെ ഒരു ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നയതന്ത്രമായിക്കോട്ടെ, ഭൂമിശാസ്ത്രപരമായിക്കോട്ടെ, ഈ 2 തരത്തിലുമുള്ള ബന്ധം 5 പതിറ്റാണ്ടിൻ്റെതായിട്ട് ഒമാനും ഇറാനും തമ്മിലുണ്ട്. അങ്ങനെ കണ്ണും പൂട്ടി ഇറാന് ഒമാനെ അടിക്കാൻ കഴിയില്ല തന്നെ. 1970കളുടെ തുടക്കം, ഒമാനിലെ സുൽത്താൻ ഖാബൂസ് അധികാരത്തിൽ വരുന്ന കാലഘട്ടമാണത്. 70-ൽ കൊട്ടാര അട്ടിമറിയിലൂടെ സ്വന്തം പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നുണ്ട് ഖാബൂസ്. എന്നാൽ അധികകാലം അധികാരം നിലനിർത്താനായിട്ട് കഴിഞ്ഞില്ല. അല്ലെങ്കിലും ഈ അട്ടിമറിയുടെ രീതിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അധികകാലം അവർക്ക് വാഴാൻ സാധിക്കില്ല എന്നുള്ളതാണല്ലോ. എന്തായാലും പിന്നീടുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് മാർക്സിസ്റ്റുകാരോടായിരുന്നു. മാർക്സിസ്റ്റ് ദോഫാറിൽ ഉണ്ടാകുന്ന മാർക്സിസ്റ്റ് കലാപത്തെ നേരിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യത്തിന്റെ പർവ്വത പ്രദേശമായിട്ടുള്ള തെക്കൻ മേഖലയിൽ നിന്ന് ഈ മാർക്സിസ്റ്റ് കലാപകാരികൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ആക്രമണ രീതികളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ ഭയന്നു നിന്നിട്ടുണ്ടായിരുന്നു സുൽത്താൻ ഖാബൂസ്. ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ കലാപകാരികൾ ഗറില്ല യുദ്ധരീതിയാണ് അവലംബിച്ചത്. കൂടാതെ യമനിലെ സോവിയറ്റ് സഖ്യ സർക്കാരിന്റെ ഒരു പിന്തുണയും ഇവർക്ക് ലഭിച്ചു. എന്തായാലും ഖാബൂസിന് അധികം വൈകാതെ അധികാരത്തിലുള്ള പിടി നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി എന്നതാണ് വാസ്തവം. ഈ സമയത്താണ് ഇറാനിലെ ഷാ മുഹമ്മദ് റസ പെഹ്ലവി പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് അയക്കുന്നത്, ഇറാനിലേക്ക് അയക്കുന്നു. അവരിൽ ആയിരക്കണക്കിന് പേർ ഖാബൂസിന്റെ സൈന്യത്തിനും കലാപം അടിച്ചമർത്താൻ വേണ്ടിയുള്ള സഹായം ചെയ്യുന്നു. ഏതാണ്ട് 70കളുടെ മധ്യത്തോടുകൂടി ഈ കലാപം അവസാനിക്കുകയാണ്. സുൽത്താൻ ഖാബൂസ് ഈ കലാപത്തെ അതിജീവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പിന്നീട് വരുന്നുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ശീതയുദ്ധ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നടപടികളിൽ ഒന്നായിരുന്നു ഇത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. തുടർന്ന് നമ്മൾ 79 കാലഘട്ടത്തിലേക്ക് വരികയാണ്. അവിടെ ഷാ ഭരണകൂടം വീണപ്പോൾ ആയത്തുള്ള ഖമേനിയുടെ ടെഹ്റാനിൽ ഇസ്ലാമിക് പബ്ലിക് അധികാരമേറ്റതോടുകൂടി ഗൾഫ് വല്ലാത്ത ഒരു തരം നയതന്ത്ര ഞെട്ടലിലേക്ക് മാറുകയാണ്. പെഹ്ലവി ഭരണകൂടവും മതഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പതനം, മതഭരണകൂടത്തിന്റെ ഒരു പതനം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ ആകെ ഒന്നടങ്കം ഒരു ഞെട്ടൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സൗദി അറേബ്യയും ഒക്കെയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ വല്ലാത്തൊരു പരിഭ്രാന്തിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അവര് വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ ഒരു ഇറാനെ ഒതുക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒമാൻ എടുത്ത തീരുമാനം അത് എല്ലാവരെയും ഞെട്ടിച്ചു. കാരണം ഒമാൻ എന്ത് തീരുമാനമായിരിക്കും അവിടെ എടുത്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒമാൻ എടുത്തത് അവിടെ യാതൊരു തരത്തിലുമുള്ള തീരുമാനം എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇറാനിലെ സർക്കാർ മാറി, പക്ഷേ രാജ്യം മാറിയിട്ടില്ല, രാജ്യവുമായിട്ട് നമുക്ക് കടപ്പാടുണ്ട് എന്നുള്ള രീതിയിലുള്ള നിലപാടിലേക്കാണ് ഒമാൻ എന്ന് പോയത്. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം റസ പെഹ്ലവിയുടെ ആ സ്ഥാനഭ്രഷ്ടമാകുന്ന ആ സമയത്തിന് ശേഷമുള്ള 79കളിലെ ഈ പ്രതിസന്ധിക്ക് ശേഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഔദ്യോഗികമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നുണ്ട്. വലിയ സ്വരച്ചേർച്ചയിലൊന്നും ആകുന്നില്ല. ഇരുപക്ഷത്തിനും ചർച്ചയിലൊക്കെ ഏർപ്പെടേണ്ടി വന്നു എന്നുണ്ടെങ്കിലും വലിയ കാര്യമായ സംഭവവികാസങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോഴേക്കും വീണ്ടും ഒമാൻ അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തുന്നുണ്ട്. മാസങ്ങളോളം നീണ്ടു നിന്നിട്ടുള്ള
അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള രഹസ്യ ചർച്ച ഈ മസ്കറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത് പരസ്യമായതോടുകൂടി വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകൾ ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഈ ഒരു രഹസ്യ ചർച്ചകൾക്കിടയിൽ ഒരു വല്ലാത്ത ഒരു സത്യം ഈ പറയുന്ന ടെഹ്റാനും വാഷിങ്ടണും മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇരുപക്ഷത്തിനും വിശദീകരിക്കാനോ പ്രതിരോധിക്കാനോ ആവശ്യമില്ലാത്ത ഒരു മുറി അത് ആവശ്യമുള്ളപ്പോൾ അതായത് ഇവർക്ക് വേണ്ടുന്ന സമാന്തര ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടുന്ന ഒരു മുറി ഉണ്ടെങ്കിൽ അത് തീർത്തും ഉചിതമായിരിക്കുക ഒമാനിലായിരുന്നു. അതായത് ഒമാനാണ് അതിന് പറ്റിയ സങ്കേതം എന്നുള്ള ഒരു സത്യം ഇവർ മനസ്സിലാക്കുന്നു. ബഹ്റൈൻ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രമായിട്ടുള്ള അൽ ഉദൈദ് വ്യോമ താവളമാണ് ഖത്തറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇറാന്റെ എക്കാലത്തെയും ശത്രുമായിട്ടുള്ള US-ഉമായിട്ട് സൗദി അറേബ്യയ്ക്കും UAE-ക്കും ആഴത്തിലുള്ള വലിയ ബന്ധമുണ്ട്, സുരക്ഷാ ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒമാനാണെങ്കിൽ US-ഉമായിട്ടും ബ്രിട്ടനുമായിട്ടും സുരക്ഷാ ബന്ധമുണ്ട്. ഈ 2 രാജ്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളത്. പക്ഷേ ഇറാനുമായിട്ടുള്ള വലിയ പ്രാദേശികമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് ആ ബന്ധങ്ങളെ ഒരു നിശ്ചിത അകലത്തിൽ, അതായത് ഒരു കൈവിട കൈയകലത്തിൽ നിർത്താനായിട്ട് ഒമാന് കൃത്യമായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒമാന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 2017 ഖത്തർ നിരോധനം ഉണ്ടായപ്പോൾ അവർ അതിൽ പങ്കുചേർന്നില്ല എന്നും പറയപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒമാനും ഇറാനും തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു കാര്യം ഹോർമൂസ് കടലിടുക്കാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട ഏത് വിഷയം വന്നാലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അത്രത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗം തന്നെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ചിട്ട് ലോകത്തിലെ മൊത്തം പെട്രോളിയത്തിന്റെ 1/5, ശ്രദ്ധിക്കണം, 1/5 കടന്നു പോകുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. സൗദി അറേബ്യ ആയിക്കോട്ടെ, ഇറാഖ്, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ടാങ്കറും ഈ ഒരു കടലിടുക്കിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വടക്കൻ തീരത്താണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. തെക്കിന് അടുത്ത് ഒമാൻ ആ ഭാഗത്ത് ഒമാൻ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുപക്ഷവും യുദ്ധത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പൽ പാതകളിൽ ഒന്ന് ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ഒരു ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗമായി കൂടി ഒരു പൊതുവായ ഒരു അസ്വാരസ്യത്തിലേക്ക്, ഒരു വിരോധത്തിലേക്കൊക്കെ പോകാനായിട്ട് ഇരു കൂട്ടരും താല്പര്യപ്പെടുന്നില്ല എന്നത് മറ്റൊരു വസ്തുത ആണ്. ഇത് കൂടാതെ ഈ ഒരു ബന്ധം സംരക്ഷിക്കുന്നതിന് പ്രധാനമായും വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം പല ഊർജ കരാറുകളും ഈ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ കണക്കിലെടുത്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതായത് ഇപ്പോഴുണ്ടാകാൻ പോകുന്ന, അതായത് നിർദ്ദിഷ്ട ഇറാൻ ഒമാൻ വാതക പൈപ്പ് ലൈൻ, അതായത് ആ പൈപ്പ് ലൈൻ ഉണ്ടാകുന്നത് ഉപരോധം ബാധിച്ച ഇറാന് ഒമാൻ വഴി അന്താരാഷ്ട്ര വിപണികളിലേക്ക് വാതകം എത്തിക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് മാറുകയും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബന്ധത്തെ ഇല്ലാതെയാക്കാനായിട്ട് ഇറാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. കാരണം ഇറാന് മേൽ എന്നും ഉപരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറാന് ഈ ഒരു മതഭരണം അവസാനിച്ച ശേഷം ഉയർന്നു വരുന്നത് ഏത് ഭരണകൂടമാണോ ആ ഭരണകൂടമാണെങ്കിൽ പോലും ഒമാന് ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴുള്ള ഈ ഊർജ്ജ പദ്ധതികൾ, ഊർജ്ജപാത ആയിക്കോട്ടെ, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഭരിക്കുന്നത് ആരാണോ അവർക്ക് നൽകുന്ന പിന്തുണ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ പറയില്ല ഒരു ചേരിചേരാ നയം, ഒരു തൊട്ടില്ല നയം. അത് ഒരു കൈയകലത്തിൽ നിർത്തിക്കൊണ്ട് ഇവരുമായി ചേർന്ന് പോകുന്ന എല്ലാവരുമായി കൈകോർത്തുകൊണ്ട് ഇറാനെയും ചേർത്ത് നിർത്തി ആ ബന്ധം ഉപേക്ഷിക്കാതെ പോകുക എന്നുള്ളതാണ്. അതായത് 70 കാലഘട്ടത്തിൽ ചെയ്ത ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, ആ ഒരു കടപ്പാട് കിടക്കുന്നുണ്ട്. അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അത് വല്ലാത്തൊരു ബന്ധമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒമാനെ ഒരിക്കലും ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. ഒമാൻ എന്നും ഇറാനൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. എന്നാൽ ഒമാന് കൃത്യമായ നിലപാടുകൾ മറ്റു കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. ഞങ്ങൾ സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.